ഹായ് ഓൾ. ഇന്ന് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഈസിയായി നടക്കാൻ സഹായിക്കുന്ന, നിങ്ങളെ തോട്ട് പ്രോസസ്സ് പ്യുവറായി മാറ്റാൻ സഹായിക്കുന്ന 3 ടെക്നിക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് വളരെ ടഫസ്റ്റ് ആണ്. ഇത് പെട്ടെന്നൊന്നും നമുക്ക് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. പക്ഷെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോരോ കാര്യങ്ങളും, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതെല്ലാം പെട്ടെന്ന് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവാൻ തുടങ്ങും. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറാൻ തുടങ്ങും. നിങ്ങളുടെ ഓരോ വാക്കുകളും മാറാൻ തുടങ്ങും. ഓക്കെ, ഒരു പ്യുവറായൊരു വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ കഴിയുന്നതാണ്. അത് ഏതൊക്കെ സാധനങ്ങളാണെന്നായിരിക്കും അല്ലേ? അതായത് ഒരു 3 കാര്യം, ഈ 3 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ മാറ്റുക. ഒന്ന്, സ്റ്റോപ്പ് ബ്ലെയിമിങ്. അതായത് നാം മറ്റുള്ള ആളുകളെ ബ്ലെയിം ചെയ്യും, കുറ്റപ്പെടുത്തും, വിമർശിക്കും അല്ലേ, ക്രിറ്റിസൈസിങ് ചെയ്യും. ആളുകളെ, വസ്തുക്കളെ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ, എന്തിനേയും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, എനിക്കറിയാം ആ വ്യക്തി അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെയാണ്, അവൻ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു, അവളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്, ഈ പ്രോഡക്റ്റ് അത്ര മോശമാണ്, ഇത് ഇത്ര നല്ലതൊന്നുമല്ല, ഇത് അല്ലെങ്കിലും ആ സ്ഥാപനം അവർ ഇത്രയും കാലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അവരെ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പലതിനെക്കുറിച്ചും നമ്മൾ ക്രിറ്റിസൈസിങ് ചെയ്യും, ബ്ലെയിമിങ്ങും ചെയ്യും അല്ലേ? ഇത് നിങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. 2, സ്റ്റോപ്പ് കംപ്ലൈനിങ്. നമ്മൾ കംപ്ലൈനിങ് പറയും എപ്പോഴും. നമുക്ക് അങ്ങനെ തൊട്ടേനും പിടിച്ചതിനൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും, അത് നന്നല്ല, ഇത് നന്നല്ല, ഇത് റോഡ് മോശമാണെങ്കിൽ അതിന് ഗവൺമെൻറ്റിനെ കുറ്റം പറയുക, പായസം മോശമാണെങ്കിൽ പായസം ഉണ്ടാക്കിയ വ്യക്തിയെ കുറ്റം പറയുക. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കംപ്ലൈനിങ്ങോട് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കും. അത് നിർത്തുക. 3, സ്റ്റോപ്പ് ജഡ്ജ്മെൻറ്റ്. ആരെയും വിധിക്കാതിരിക്കുക. അവനങ്ങനെയായി തീരുകയുള്ളൂ, മുൻകൂട്ടി പറയുക, നീ അല്ലെങ്കിലും ഇങ്ങനെ ആവുള്ളൂ, എനിക്ക് വലിയ ഹോപ്പൊന്നുമില്ല നിൻ്റെ കാര്യത്തിൽ. ഇങ്ങനെ ജഡ്ജ്മെൻറ്റ് ചെയ്യുക, എന്തിനും ഏതിനും ജഡ്ജ്മെൻറ്റ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾ പാടേ ഒഴിവാക്കിയാൽ, ടഫസ്റ്റാണ്, പക്ഷേ ഇത് പാടേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റായി നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും ഈ ടാസ്ക് ഒന്ന് ചെയ്ത് നോക്കുക.